അനുഗ്രഹവും വിനയകരമായ നല്ല നിമിഷങ്ങൾക്കായി നന്ദി പറയുന്നു. ദൈവം ഞങ്ങളെ വചനത്താൽ അനുഗ്രഹിക്കണമേ. ദൈവം ഞങ്ങളെ ഹൃദയങ്ങളെ അകത്തങ്ങളെ സമർപ്പിക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നന്ദി പറയുകയാണ് നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പസമയം ദൈവത്തിന്റെ വചനം സൂക്ഷിപ്പാൻ ദൈവം തന്ന അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവപാദപീഠത്തിൽ ഇരിക്കുന്ന ഏവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. നാം വായിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മൾ എന്നാണ് നാം കേട്ടത്. ദൈവത്തിന്റെ മന്ദിരമാണ് നാം. ദൈവത്തിന്റെ മന്ദിരത്തിൽ, ദൈവത്തിന്റെ ഭവനത്തിൽ ദൈവം വസിപ്പാൻ തക്കവണ്ണം ഇടയാണ്. ദൈവത്തിന്റെ മന്ദിരത്തിൽ ദൈവം വസിപ്പാൻ തക്കവണ്ണം ഇടയാണ്. ദൈവത്തിന് കൊടുത്തു. ഹല്ലേലൂയ. നമുക്കറിയാം, പഴയ നിയമകാലത്ത് ദൈവം, അതായത് ശലോമോൻ രാജാവ് ദൈവത്തിന് വസിപ്പാൻ ഒരു മന്ദിരം ഉണ്ടാക്കി, യെരൂശലേം ദേവാലയം. അതുവരെ അപ്പോ ആ മന്ദിരത്തിൽ ആണ് ദൈവം എന്ത് ചെയ്തത്? ആ വിശ്വാസമനുസരിച്ച് ദൈവത്തിന് വസിപ്പാനാണ് യെരൂശലേം മന്ദിരം ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അതായത് 12 ഗോത്രങ്ങൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിന് വസിപ്പാൻ ഒരു മന്ദിരത്തെ വിശ്വാസത്താൽ ഹല്ലേലൂയ അവർ ഹല്ലേലൂയ മാനുഷികമായ തലങ്ങളിലൂടെ ദൈവത്തിൻ്റെ ഹിതത്തോടെ അവിടെ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇടയാണ്. എന്നാൽ അതിനു മുൻപുള്ള കാലങ്ങളിൽ നമുക്കറിയാം, ഹല്ലേലൂയ ദൈവം വസിച്ചത്, ഹല്ലേലൂയ ദൈവം ഇറങ്ങി വന്നത്, അതായത് ഹല്ലേലൂയ യാഗത്തിന്മേലാണ്, യാഗത്തിന്മേൽ ആണ്. അത് അബ്രഹാമിന്റെ കാലത്ത് നമുക്ക് അബ്രഹാമിന്റെ അബ്രഹാമിനോട് യാഗം നടത്താൻ പറയുന്നു. യാഗം നടത്തുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, ദൈവശക്തി ഇറങ്ങി വന്നത് നമുക്ക് ഹല്ലേലൂയ ആ പഴയ നിയമത്തിൽ നമുക്കൊന്നെ കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നുണ്ട് പല ഭാഗങ്ങൾ. എന്നാൽ പുതിയ നിയമത്തിൽ കാണുന്നത് അങ്ങനെയുള്ള യാഗ ഇടത്തേക്കോ അല്ലെങ്കിൽ പ്രവാചകന്മാരിലേക്കോ ഒന്നുമല്ല ദൈവം കടന്നു വന്നത്. ദൈവം നമ്മളിലാണ് വസിപ്പാൻ തക്കവണ്ണം ഇടയാകുന്നത്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്ന ബോധത്തോടെ ഹല്ലേലൂയ പുതിയ നിയമത്തിൽ ഹല്ലേലൂയ നാം ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. ദൈവത്തിന് മഹത്വം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതമനുസരിച്ച്, ദൈവത്തിന്റെ ആലോചന അനുസരിച്ച്, ദൈവാത്മാവിന്റെ ഇഷ്ടമനുസരിച്ച് നാം എന്ത് ചെയ്യണം? ദിനം പ്രതി ജീവിക്കണം. ഹല്ലേലൂയ. അങ്ങനെയല്ല എങ്കിൽ നമുക്കറിയാം, ജീവിക്കാൻ യോഗ്യമല്ലാത്ത ഭവനം നമ്മൾ എന്ത് ചെയ്യും? ജീവിക്കാൻ ഒക്കാത്ത ഒരു ഭവനം, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന നല്ല ഒരു ഭവനമല്ല എങ്കിൽ ആ വീട് ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് നമ്മൾ ആ സ്ഥാനത്ത് എന്ത് ചെയ്യും? പുതിയ നല്ലൊരു ഭവനം വയ്ക്കുവാൻ തക്കവണ്ണം ഇടയാണ്. ഹല്ലേലൂയ എന്നതുപോലെയാണ്. അതുകൊണ്ട് ആ വചനത്തിൽ പറഞ്ഞത് ഹല്ലേലൂയ ദൈവത്തിന്റെ മന്ദിരത്തെ ഹല്ലേലൂയ ദൈവത്തിന് വസിപ്പാനുള്ള മന്ദിരമാണെന്ന് ബോധ്യത്തോട് ദൈവമക്കളാകുന്ന, അതുകൊണ്ടാണ് നാം ദൈവമക്കളെന്ന് പറയാൻ പോലും തക്കവണ്ണം ഇടയാകും. അങ്ങനെ ആയിരിക്കണം എന്ന് ഹല്ലേലൂയ. അത് ദൈവം നമ്മെ കണ്ടത് ഹല്ലേലൂയ നമുക്കറിയാം. ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിന്റെ മുൻനിർണയമാണ് ദൈവം നമ്മെ മന്ദിരമാക്കാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ദൈവമക്കളുമുണ്ട്, ദൈവാത്മാവിൽ ഭരിക്കപ്പെടുന്ന മക്കളുമുണ്ട്, പൈശാചിക ആത്മാക്കളാൽ നടത്തപ്പെടുന്ന മനുഷ്യരുമുണ്ട്. ഹല്ലേലൂയ നാം ദൈവമക്കളാകുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തിൽ, കർത്താവിന്റെ വചനത്തിലൂടെ ദൈവഹിത പ്രകാരം ഹല്ലേലൂയ എന്ത് ചെയ്തു? നാം രക്ഷിക്കപ്പെട്ട് ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലായി ഹല്ലേലൂയ നാം ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മളെ ദൈവമക്കൾ എന്ന് വിളിപ്പാൻ തക്കവണ്ണം ഇടയാകുന്നത്.
നമുക്കറിയാം, ഒരു മനുഷ്യന്റെ മാനുഷികമായ ജനനം, ദൈവത്തിന് മാനുഷികമായ ജനനം ജനിച്ചു കഴിഞ്ഞ ഭൂമിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിമിഷം മുതൽ താൻ കർത്താവിൻ്റെ ഈ വ്യക്തിയുടെ മരണത്തിലേക്കുള്ള നടന്നു പോകാം. ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് പിറന്നു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ അടുത്ത നിമിഷം മുതൽ ദൈവത്തിന് നമുക്കറിയാം 10 മാസവും 10 മണിക്കൂറും അല്ലെങ്കിൽ 10 നാഴികയും 10 വിനാഴികയും 10 സെക്കൻഡും ഒക്കെ കഴിഞ്ഞ ഒരു ഭൂമിയിലേക്ക് ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ താൻ മരണത്തിലേക്ക് നീങ്ങുകയാണ്. ബൈബിൾ പറയുന്നത് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷമാണ് എന്ത് ചെയ്യുന്നത്, ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത്. 70 ദിവസമാണ്. ഏറിയാൽ 70 ദിവസമാണെങ്കിൽ 25,765.5 ദിവസമാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. അതായത് 70 വർഷമാണ്. നേരെ മറിച്ച് ഏറിയാൽ 80ന്റെ കണക്ക് വരികയാണെങ്കിൽ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെങ്കിൽ ഏകദേശം 92,000, അതായത് 29,220 ദിവസമാണ്. 29,220 ദിവസമാണ് 80 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ദിവസക്കണക്ക്. ദൈവത്തിന് നോക്കാം. അപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ ഈ 29,220 ദിവസം എന്ന് പറയുന്നത് ജനിച്ചു കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞാൽ 29,299 അങ്ങനെ അതിങ്ങോട്ട് കുറഞ്ഞു തക്ക സമയമാകുമ്പോൾ കാലാവസാനത്തിങ്കൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്ലാൻ ആ വ്യക്തിയെ കുറിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ബാക്കി ഒരു ദിവസം വരും. ആ ഒരു ദിവസം അങ്ങോട്ട് കഴിയുമ്പോൾ പിന്നെ അടുത്തത് ഒരു മണിക്കൂർ. ആ ഒരു മണിക്കൂർ ചുരുങ്ങി ലാസ്റ്റ് സെക്കൻഡിലേക്ക് മരണത്തെ കാണുന്ന സെക്കൻഡിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാണ്. ദൈവത്തിന് മഹത്വം. അവിടെ നമ്മൾ കാണുന്ന കാര്യം ഒരു മാസം ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസത്തിലോട്ടൊക്കെ തിരിഞ്ഞു വരുമ്പോൾ അവിടെ പിന്നെ മരണത്തെ മുഖാമുഖം കാണുന്ന അനുഭവങ്ങളാണ് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഈ 29,220 ദിവസത്തിനകത്ത് ശൈശവവും ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യമൊക്കെ ഘട്ടം ഘട്ടമായി പല നാളുകളായി വർഷങ്ങളായി വിഭജിക്കപ്പെട്ട് പോകുവാൻ തക്കവണ്ണം ഇടയാകും. എന്തിനാണ് ഇതിങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ നാം ജീവിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മുടെ ജനനവും നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും ഈ 29,220 ദിവസങ്ങൾക്ക് ഉള്ളിൽ വരുന്ന ദിവസങ്ങളെ വിഭാഗിച്ച് ശൈശവുമായിട്ടും ശൈശവുമായിട്ടും ബാല്യമായിട്ടും കൗമാരമായിട്ടും വാർദ്ധക്യമായിട്ടും ഒക്കെ വിഭജിക്കുമ്പോൾ ഈ യൗവന സമയം, ഈ കൗമാര സമയം അല്ലെങ്കിൽ യൗവന സമയം യഥാർത്ഥമായ ദൈവത്തിന്റെ മന്ദിരമായി നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ട സമയമാണ്. ദൈവത്തിന് മഹത്വം. യൗവനകാലം കഴിഞ്ഞാൽ യൗവന സമയം വിചാരിക്കും ഞാനാണ് ശക്തൻ, ഞാനാണ് കഴിവുള്ളവൻ, എനിക്കപ്പുറത്ത് മറ്റൊരാളുമില്ല എന്നൊക്കെ പറഞ്ഞ് താൻ എന്തും പിടിച്ചടക്കുവാൻ അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെയോ അല്ലെങ്കിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പോലെയോ ഒക്കെ പിടിച്ചടക്കുവാൻ നാം ശ്രമിക്കുമ്പോഴും ഒരു കാര്യം മറന്നു പോകരുത്. എല്ലാം നമുക്ക് ആവശ്യമാണ്.
പക്ഷേ നിത്യനായ ദൈവത്തിന് വേണ്ടി, അവന്റെ ഹിതത്തിനു വേണ്ടി, ഹല്ലേലൂയ, നാം ദൈവത്തിന് വേണ്ടി ഒരു നിത്യതയ്ക്ക് വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ, ഹല്ലേലൂയ, മരണത്തിന് ശേഷം ഒരു നിത്യരക്ഷ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഉണ്ടാകത്തില്ല. അതിനുവേണ്ടി നാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ബാല്യമായിട്ടുള്ള ശൈശവം കഴിഞ്ഞ് ബാല്യമായിട്ടുള്ള സമയമാണ് ഹല്ലേലൂയ എനിക്ക് മുമ്പിലിരിക്കുന്ന നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേല്. ഹല്ലേലൂയ, കൗമാരത്തിലോട്ട് കടന്നു വരുന്ന സമയമാണ് ഈ ഇമ്മാനുവേൽ. ഹല്ലേലൂയ, അതുപോലെ നമ്മൾ യൗവനവും ഹല്ലേലൂയ ഒക്കെ വാർദ്ധക്യത്തിലേക്ക് സ്തോത്രം കടന്നു വന്നിരിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. ഹല്ലേലൂയ, കൗമാര സമയത്തിലും യൗവന സമയത്തിലുമായിരിക്കുമ്പോൾ ഹല്ലേലൂയ, യൗവനത്തിലെ രക്തമാണ്, യൗവനത്തിലെ സമയമാണ്. ഹല്ലേലൂയ, ദൈവം ചോദിക്കുന്നത്, യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ വേണ്ടുന്നത് പോലെ അറിഞ്ഞാൽ ഹല്ലേലൂയ, നിന്റെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന തലത്തിലേക്ക് എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, നാം യൗവനത്തിൽ ദൈവത്തിന് വേണ്ടി നമ്മെ കൊടുക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന് മഹത്വം, ഒത്തിരി നന്മകൾ, ഒത്തിരി അനുഗ്രഹങ്ങൾ ആത്മീയവും ഭൗതികമായ മണ്ഡലത്തിൽ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരുവാൻ തക്കവണ്ണം ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവത്തിന്റെ മന്ദിരമായി ഈ യൗവന കാലം നമുക്ക് ഏൽപ്പിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന്റെ മന്ദിരമായിട്ടൊന്ന് ദൈവം വസിക്കണം. ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ഹല്ലേലൂയ ദൈവദാസന്മാർ ഹല്ലേലൂയ തന്റെ യൗവനം ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചതുകൊണ്ട് ഹല്ലേലൂയ മാസങ്ങൾ കൊണ്ട്, ചില വർഷങ്ങൾ കൊണ്ട് ഹല്ലേലൂയ 60 വയസ്സുള്ളവർ പോലും ഹല്ലേലൂയ എന്നേക്കാൾ അധികം ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ പ്രയോജനപ്പെടുവാൻ ഈ യൗവനക്കാരനായ ഉണ്ണികൃഷ്ണനെ ദൈവം ഉപയോഗിച്ചു എന്ന് പറയുന്ന തലത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മന്ദിരമായി ഹല്ലേലൂയ ആ യൗവനക്കാരനെ ദൈവം ഉപയോഗിച്ചു. ഹല്ലേലൂയ, അത് കേവലം ഉണ്ണികൃഷ്ണനെ മാത്രമല്ല പ്രിയരെ, ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും ദൈവം അതേപോലെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് മൊത്തം ക്രിസ്തുവിലായിരിക്കാൻ, ക്രിസ്തുവിന്റെ വചനത്തിലായിരിക്കാൻ, ക്രിസ്തുവിന്റെ ഹിതത്തിനായി തീരുവാൻ, ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ അന്ത്യകാലം കർത്താവിന്റെ വരവേറ്റവും ആസന്നമായിരിക്കും. നാം ജീവിക്കുന്ന ഈ കാലം കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്ന കാലഘട്ടമാണ്. അതിന്റെ തെളിവാണ് ഹല്ലേലൂയ അങ്ങ് ഹല്ലേലൂയ വയനാടിലൊക്കെ നടക്കുന്നത്. ഹല്ലേലൂയ, വയനാടിലൊക്കെ നടക്കുന്നത് അതിനൊക്കെ തെളിവാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, അതുകൊണ്ട് കർത്താവ് വരുന്നതിന്റെ ശബ്ദം കേൾക്കാം. കർത്താവ് വരുന്നതിന്റെ ധ്വനികൾ നാം കേൾക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഒരു അമ്മച്ചി, ഒരു സഹോദരി പറഞ്ഞത്, ഹല്ലേലൂയ, ഒന്നാമത്തെ പ്രാവശ്യം ഉരുള് പൊട്ടുമ്പോൾ ഞങ്ങൾ അത് കണ്ടു. ഹല്ലേലൂയ, ഇത് ഉരുള് പൊട്ടി വരുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് ആ കൂട്ടത്തിലെ മണ്ണിനകത്തുനിന്ന് അവരെ പൊക്കിയെടുത്ത കാര്യം. ഹല്ലേലൂയ, അവരെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ താൻ ആ മലയുടെ മുകളിലേക്ക് ഓടിയ കാര്യം. മുകളിലേക്ക് പോയി ഹല്ലേലൂയ ആ സ്തോത്രം ആ ചായത്തോട്ടത്തിനകത്ത് കയറിയിരിക്കുമ്പോൾ രണ്ടാമത്തെ ഉരുള് പൊട്ടി ഹല്ലേലൂയ വീടുകളും പ്രിയപ്പെട്ടവരൊക്കെ ഒഴുകിപ്പോകുന്നത് ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറയുന്ന കാര്യം. ഒരമ്മച്ചി ഹല്ലേലൂയ പേടിച്ച് ഹല്ലേലൂയ ആ രാത്രിയിൽ കയറിപ്പോയപ്പോൾ ദൈവത്തിന് മഹത്വം താൻ ഒരു ആനയുടെ മുമ്പിൽ ചെന്നുപെട്ട കാര്യമൊക്കെ, ആ ഉരുള് പൊട്ടി വരുന്ന സൗണ്ട്, ആ ശബ്ദം ഹല്ലേലൂയ എത്ര വലിയ ഹല്ലേലൂയ, നമ്മൾ ഹല്ലേലൂയ പാടുന്നത് പോലെ കർത്താവിന്റെ ഗംഭീരനാദത്തോട് ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ എന്ന് പറയുന്നത് പോലെ, ആ ഇടിമുഴക്കം പോലെ എന്ന് വരുന്നത് പോലെ അതിശക്തമായ കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങൾ ഹല്ലേലൂയ നമ്മുടെ സമപ്രായക്കാർ ഹല്ലേലൂയ അങ്ങ് ഹല്ലേലൂയ അകലെയല്ലാതെ ഹല്ലേലൂയ വയനാടിന്റെ നമ്മുടെ കേരളത്തിൽ തന്നെ ഹല്ലേലൂയ നമ്മുടെ കേരളത്തിന്റെ ഒരു ജില്ലയാകുന്ന വയനാടിൽ തന്നെ ഹല്ലേലൂയ ആ ശബ്ദം കേൾക്കുമ്പോൾ, ആ മുഴക്കം കേൾക്കുമ്പോൾ, അത് മുഖാമുഖം കാണുമ്പോൾ, മരണത്തെ മുഖാമുഖം കാണുമ്പോൾ പ്രിയരെ നമ്മൾ ഓർത്തുകൊള്ളണം, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നം ആയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പിടിച്ചു വെക്കാൻ, വെട്ടിപ്പിടിക്കാനുള്ള സമയമല്ല. അതുകൊണ്ട് നാം ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള സമയമാണ്. ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള സമയമാണ്. അടുത്ത നിമിഷം ഇന്ന് അന്ന് വയനാടിലാണെങ്കിൽ ഈ ദിവസങ്ങളിൽ, അടുത്ത നിമിഷങ്ങൾ നമ്മുടെ ഈ കൊല്ലം ജില്ലയിലും നാം പാർക്കുന്ന ദേശത്തും ഹല്ലേലൂയ ഒന്നും സംഭവിക്കാതെ ഇരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എങ്കിലും ദൈവത്തിന്റെ ഹിതമാണ് നടക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ അന്ത്യനാളുകൾ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുപ്പാൻ, ദൈവവചനത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി കണ്ണുകളെ അടയ്ക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കണ്ണുകളെ നമുക്ക്